ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മൾ രണ്ടുപേരും ഒരേ വേഷത്തിലാകുന്നത് കൊണ്ട് തന്നെ പ്രേക്ഷകർക്കറിയാം ഇത് കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടർച്ചയാണെന്നുള്ളത്. അച്ഛൻ പിന്നെ എന്നും ഒരു വേഷത്തിലാണല്ലോ. അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് ഈ മക്കളെ വളർത്തുന്നതിലുള്ള പങ്ക്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ മക്കളെ സ്നേഹിക്കണം, മക്കളെ വളർത്തണം, അവർക്കൊരു സ്വപ്നം ലക്ഷ്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നവരാവണം, പ്രാർത്ഥിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് മതിയായില്ലാത്തത് കൊണ്ട് ഈ എപ്പിസോഡും കൂടെ തുടരണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം എനിക്ക് തോന്നി, നമ്മൾ അറിയാം ദൈവകൽപ്പനകളിൽ ആകപ്പാടെ മാതാപിതാക്കൾക്കും മക്കൾക്കുമുള്ള പ്രധാനപ്പെട്ട ഒരു കൽപ്പന മാതാപിതാക്കളെ അനുസരിക്കണം, ബഹുമാനിക്കണം എന്നുള്ളതാണല്ലോ. എനിക്ക് തോന്നുന്നു കുഞ്ഞുനാളിലെ ഏറ്റവും കൂടുതൽ കുമ്പസാരിക്കും ആദ്യം പറയുന്ന പാപം അതായിരുന്നു. പക്ഷെ ഈ മക്കൾക്കൊക്കെ അനുസരണശീലം കുറവാണ്, എന്നല്ലേ അത് പറയാൻ പറ്റുള്ളൂ. അത് നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുമുണ്ട് നമ്മുടെയൊക്കെ പ്രായത്തിലും. അപ്പൊ ഈ മക്കളിങ്ങനെ തെറ്റ് ചെയ്യും, പല കാര്യങ്ങളും അനുസരിക്കില്ല, ഇങ്ങനെയൊക്കെ ഇവര് തെറ്റ് ചെയ്യുമ്പം നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം? ഇവരോട് ക്ഷമിക്കണമല്ലോ, അല്ലാതെ ഇങ്ങനെ റിവഞ്ചും. ചിലരുണ്ട് ഭയങ്കരമായിട്ട് മക്കളെ ശപിക്കുന്നവരൊക്കെയുണ്ട്, നീ നന്നാവൂല, ഒരിക്കലും ശരിയാവൂല, പിന്നെ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നവരും ഒക്കെ ഉണ്ട് മാതാപിതാക്കൾ പലരും. അപ്പൊ ഈ മക്കളുടെ തെറ്റുകളോടുള്ള നമ്മുടെ ഒരു സമീപനം എന്തായിരിക്കും? ഈ കുഞ്ഞുങ്ങൾക്ക് തെറ്റ് പറ്റുമ്പോൾ അബദ്ധവുമുണ്ട്, തെറ്റുമുണ്ട്. പാപമായതുകൊണ്ട് അബദ്ധത്തിൽ വരുന്നതാണ്. ഈ മനഃപൂർവ്വം ചെയ്യുന്ന തെറ്റാണെങ്കിൽ ശക്തമായി ശാസിക്കണം, തിരുത്തണം. അറിയാതെ പറ്റുന്ന ചില അബദ്ധങ്ങളാണെന്ന് വരികിൽ കൂടെ നിന്നുകൊണ്ട് അതിൻ്റെ വരുംവരായികൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇന്നത്തെ ഒരു വലിയ അപകടം, മക്കൾ എണ്ണം കുറവായതുകൊണ്ട് ഒന്നോ രണ്ടോ ഉള്ളൂ. അപ്പം കുഞ്ഞുങ്ങൾക്ക് തെറ്റ് പറ്റിയാലും അവളെ പക്ഷം പിടിക്കും. നമ്മൾ കാണാറുണ്ട് സ്കൂളുകളിൽ. പണ്ട് ഒരു ടീച്ചറിനെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും അടി തരും. ഇന്ന് അങ്ങനെ പറഞ്ഞാൽ ടീച്ചറിനെ അടിക്കാൻ വരും. തീർച്ചയായിട്ടും അതാണ് ഇന്നത്തെ ഒരു അപകടം. അതുകൊണ്ട് സംഭവിക്കുന്നു, കുറേ ആൾക്കാർ ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടി കുറേ മക്കളെ വളർത്തിവിടുന്നു. അതിന് വേറെ ന്യായീകരണമോ ഒരു ചർച്ചയോ ഡയലോഗൊന്നുമില്ല, അതാണ് സത്യം. അപ്പം അങ്ങനെ വരുന്ന ഒരു വിപത്ത് ഇന്ന് സമൂഹത്തിൽ ഒരുപാടുണ്ട്. അവിടെ നമ്മൾ തിരുത്തണം. ഉദാഹരണം, ഒരു ഭിക്ഷക്കാരൻ വീട്ടിൽ വരുമ്പം അയാളോട് വെറുതെ ഒരു താഴ്ന്ന മനുഷ്യനെ പോലെ മക്കൾ പെരുമാറിയാൽ, മക്കളെ പൈസ ഇല്ലെന്നേ ഉള്ളൂ, നമ്മുടെ അപ്പൻ്റെ അമ്മയുടെയും പ്രായമുള്ള ആളാ, അല്പം കൂടെ സ്നേഹത്തോടെ ആ ചേട്ടനോട് മിണ്ടണമായിരുന്നു, അത് പറഞ്ഞു കൊടുക്കണം. അതാണ് തിരുത്തൽ എന്ന് പറയുക, സ്നേഹമായ തിരുത്തൽ. അല്ലെങ്കിൽ അപ്പൻ വല്യപ്പൻ കയറി വരുമ്പോഴും മോൻ കാർട്ടൂണും കണ്ട് പടവും വെച്ച് അവിടെ തന്നെ കുത്തിയിരിക്കുക, മക്കളത് വല്യപ്പന എഴുന്നേക്കണമായിരുന്നു. അതാണ് തിരുത്തൽ. അപ്പോൾ ഓരോ കൊച്ചു കൊച്ചു കാര്യവും ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ തിരുത്താൻ പറയണം. ഇപ്പം ഉദാഹരണം, പ്രാർത്ഥന കഴിയുമ്പോൾ കയ്യും വീശി തിന്നാനായിട്ട് ഓടുകയാണ്, അപ്പം നല്ല സ്തുതി എന്ന പതിവുണ്ട്, ചെയ്തിട്ട് പോയാൽ മതി. അങ്ങനത്തുള്ള തിരുത്തലുകൾ ഒരിക്കലും മുറിപ്പെടുത്തുകയല്ല. അല്പം കൊച്ചായി പോയി, ചെറുതായി പോയി എന്ന് എന്നാലും തോന്നിയാലും പിന്നീട് മനസ്സിലാകും ഇതൊക്കെ ഭാഗങ്ങളാണ്, ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. അല്ല, അമ്മയോട് ചുമ്മാ തരതല പറയും, ചുമ്മാ ധിക്കാരമുള്ള വാക്ക്, അപ്പം തിരുത്തണം, നിന്റെ അമ്മയാ അങ്ങനെ പറയല്ല എന്ന് ഓർത്തേക്കല്ലേ. എനിക്കോ പറ്റുന്നില്ല, പിള്ളേരും രണ്ടെണ്ണം പറയട്ടെ, അത് ശരിയാണ്. അപ്പനോട് മക്കൾ ചൂടാവുന്നു, അമ്മ ഇതാണ്, അതല്ല. നമ്മൾ പറയല്ലേ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും, എന്നാലും പറയും കൊടുത്തു നോക്ക്, പക്ഷെ നമ്മൾ തന്നു നോക്കണം അല്ലേ എന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഏറ്റവും ചെറുതെന്ന് വരുന്ന കാര്യവും പിന്നീട് വലിയ അപകടമായിട്ട് മാറാം. അങ്ങനെ വരുമ്പം ബോധപൂർവം നമ്മൾ കുഞ്ഞു കാര്യം മുതലേ തിരുത്തണം. പ്രാർത്ഥനയ്ക്ക് ഉറക്കം തൂങ്ങുകയാണ്, അന്നാരേ തിരുത്തണം, ആ സമയത്ത് തിരുത്തണം. പെരുമാറ്റത്തിന് മോശമുണ്ടോ, തിരുത്തണം. ചുമ്മാ പശു പുല്ല് വാരി വലിച്ച് വായി തള്ളി കയറ്റുക, ശരിയല്ല മോനെ, വാ പൊളിക്കാതെ ചവച്ച് തരണം, വാ പൊളിക്കാതെ ചവയ്ക്കണം. ഇതൊക്കെയാണ് തിരുത്തൽ, സ്നേഹപൂർവമായ തിരുത്തൽ. അതുവഴി ഒരു സമൂഹത്തിൽ ഒരു നല്ല ഒരു വ്യക്തിയെ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മളറിയാതെ ഒരു വ്യക്തിത്വത്തെ നമുക്ക് വളർത്താൻ പറ്റും. അപ്പം ആ ഒരു തിരുത്തൽ ശൈലി നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ ഈ തിരുത്തൽ ശൈലിയെക്കുറിച്ച് അതുപോലെ തന്നെ അച്ഛൻ ഇടയ്ക്കൊന്ന് പറയുകയും ചെയ്തു, അവരെ കൊച്ചാക്കുന്നത് പോലെ തോന്നിയാലും പിന്നെ ശരിയാകുന്നൊക്കെ. ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്തു. ഇപ്പൊ ഈ തിരുത്തി ഉണ്ടല്ലോ, ഈ അമ്മമാര് പലരും വീട്ടിലുണ്ടല്ലോ, നമ്മൾ തിരുത്തൽവാദികളായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് എപ്പോഴും പറയാൻ കുറ്റം മാത്രമേ ഉള്ളൂ എന്നാണ് മക്കളുടെ ഒരു ചോദ്യം.
എന്തുണ്ടെങ്കിലും ഈ അമ്മ കുറ്റം മാത്രമേ പറയുള്ളൂ. കാരണം അവര് കാണിക്കുന്ന പലതിലുമുള്ള തിരുത്തലുകളായിരിക്കും പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കംപ്ലൈന്റ് എല്ലാ ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക് പലർക്കും ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. പ്രത്യേകിച്ച് അമ്മമാരാ കേട്ടോ. നിങ്ങൾ കഴിക്കുന്ന അവിടെ പ്രശ്നം, കുരിശ് വരയ്ക്കുമ്പോൾ ഇരിക്കുന്നത് പ്രശ്നം, ഇതൊക്കെ പ്രശ്നങ്ങളാണ്. നമ്മൾ പറഞ്ഞല്ലോ, കുരിശ് വരയ്ക്കുമ്പോൾ കൈകൂട്ടി പിടിച്ചിരിക്കുക, ആ ഇരിക്കുന്ന പോസ്റ്ററിന് തന്നെ ഒരു പ്രത്യേകതയൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഓരോന്നും തിരുത്തുമ്പം മക്കളുടെയൊക്കെ മുഖം പോകുന്ന കാണുമ്പം നമുക്ക് തന്നെ അത്ഭുതം തോന്നും. അവർക്കത് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ കുറെ വലുതാകുമ്പോൾ ഇവരത് ഓർക്കുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഈ താഴ്ത്തി പറയരുത്, അല്ല താഴ്ത്തി പറയുന്നതായിട്ട് തോന്നുമെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഇപ്പൊ കുട്ടികളുടെ സെൽഫ് എസ്റ്റീമിന് ഭയങ്കര വിലയാണ്. ഇപ്പം സ്കൂളിൽ പോലും എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ഭാഗത്താണ് എല്ലാവരും നിൽക്കുക. ഇപ്പൊ നമ്മളൊന്ന് വഴക്ക് പറഞ്ഞു, പബ്ലിക്കായിട്ട് ആക്ഷേപിച്ചു, അതിന്റെ വാക്കുകളൊക്കെ ഒരുപാട് മാറിപ്പോയി. എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവരുടെ സെൽഫ് എസ്റ്റീം മുറിയപ്പെട്ടു എന്നൊക്കെയാണ് പറയുക. പക്ഷെ ഇതൊക്കെ പണ്ട് കാലത്ത് ഇതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ മാറിയ കാലത്തുള്ള ഈ സെൽഫ് എസ്റ്റീമും ഈ വക തിരുത്തലും, അപ്പൊ ഇതിനെയൊക്കെ അച്ഛനെങ്ങനെ നോക്കി കാണുന്നേ? അല്ല, അങ്ങനത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഏത് ഉദ്ദേശത്തോടെ ചെയ്തോ അത് മാനിക്കുന്നില്ലെങ്കിൽ അത് അവരുടെ കുഴപ്പം. പറയേണ്ടവർ പറഞ്ഞിരിക്കണം. അത് കൊച്ചിനെ ഫീൽ ചെയ്തു മുറിഞ്ഞെന്നുള്ളത് അവരുടെ വീട്ടുകാര്യം. നമ്മളൊരു കമന്റും പറഞ്ഞേക്കാം, അത് നമ്മൾ കേട്ടേക്കാം. പക്ഷെ പറയാനുള്ളത് പറയുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, അമ്മയാ തിരുത്തുന്നെങ്കിൽ ബേസിക് അതാണ്. അപ്പൻ പറയണം നിന്റെ നന്മയ്ക്ക് വേണ്ടി. അപ്പനെ തിരുത്തുന്നെങ്കിൽ അമ്മ പറയണം നിന്റെ നന്മയ്ക്ക് വേണ്ടി. അധ്യാപകരാണെന്നും പറയണം, അല്ലെ വീട്ടിൽ സ്കൂളിൽ ടീച്ചറെ തിരുത്തി പേരൻസ് പറയണം നീ നല്ലയാളാകാൻ വേണ്ടിയാ. ഉഴപ്പിപ്പോണ്ട ടീച്ചർ മിണ്ടായിരുന്ന പോരെ, നീ പോയി ജയിലിൽ പോകണമെന്നുണ്ടെങ്കിൽ ടീച്ചറിന് ഇപ്പം എന്നാ, ടീച്ചറിന് മാനൊന്നുമല്ലല്ലോ, ആർക്ക് വേണ്ടിയാ? അപ്പം ആ വശങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള വിവേകം പേരൻസിന് വേണം. ശരിക്കും മാതാപിതാക്കളാണ് അത് കാണിക്കേണ്ടത്. കാരണം ഇപ്പൊ അധ്യാപകരൊക്കെ പലപ്പോഴും ഇങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഞാനായിരിക്കും ജയിലിൽ പോകേണ്ടത്, അല്ലെങ്കിൽ പോലീസ് കേസ് വരുന്നത്, മിണ്ടണ്ട എന്നുള്ളൊരു പേടിയിലേക്ക് മാറുന്നുണ്ട്. പക്ഷെ വിദേശത്തൊക്കെ അപ്പനും അമ്മയ്ക്കും കൂടെ പറയാൻ മേലാത്ത അവസ്ഥയല്ലേ, കാരണം അവരായിരിക്കും ജയിലിൽ പോകേണ്ടത്. അപ്പൊ അങ്ങനെ മക്കളെ വല്ലാണ്ട് പേടിച്ചു പോകുന്ന ഒരു സിസ്റ്റം ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പൊ എനിക്കൊന്ന് ടോൺ ശരിയായാൽ കുറച്ചൊക്കെ നന്നാവുമായിരിക്കും നമ്മുടെ ഒരു വേ ഓഫ് പ്രസന്റേഷൻ. കുറേയൊക്കെ നമുക്ക് കുറച്ചൊക്കെ അങ്ങനെ നമുക്ക് നേടാൻ പറ്റും. ഒത്തിരി ഒരുപാട് പേരങ്ങനെ ചെയ്യുന്നവരുണ്ട്. തിരുത്തലിൻ്റെ ഒരു മനഃശാസ്ത്ര രീതിയുണ്ട്, അത് നമ്മളൊന്ന് ഉപയോഗിക്കാൻ പറ്റും. ഇതൊന്നും പറ്റിയില്ലെങ്കിലും നടക്കുന്നില്ലെങ്കിലും ഓക്കെ, എങ്കിലും നമ്മൾ ക്ഷമിക്കണം. നമുക്ക് ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ബാക്കി ദൈവം നോക്കിക്കോട്ടെ, അതിഥി നമ്മൾ വിട്ടുകൊടുക്കണം. ഈ പണ്ടത്തെ കുടുംബങ്ങളൊക്കെ ഒത്തിരി വലിയ കുടുംബങ്ങളായിരുന്നല്ലോ. ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു നന്മയാണ് ഈ പങ്കുവയ്ക്കുക, ഷെയറിങ് കെയറിങ് എന്നാണ്. ഇപ്പൊ ആകെപ്പാടെ അത് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. ചിലർക്കൊക്കെ ആണെങ്കിൽ ഷെയർ ചെയ്താലോട്ട് ഇഷ്ടപ്പെടത്തില്ലാത്തവര് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഒരു കാര്യം ആർക്കെങ്കിലും ഒരു ഉടുപ്പ് വേറൊരാൾക്ക് ഒരു ദിവസം ഇട്ട ഉടുപ്പാണെങ്കിൽ പോലും വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട, അങ്ങനെയുള്ള ഈഗോ ഉള്ളവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്നാൽ പോലും നമുക്കുള്ളത് വീട്ടിലാണെങ്കിൽ പോലും ഒന്നോ രണ്ടോ മക്കളുള്ളെങ്കിൽ പോലും ഈ ഷെയറിങ് ഒക്കെ എങ്ങനെ ഒന്ന് കാര്യമായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നത്? അതൊന്നാ ഈ പങ്കുവയ്ക്കല് കുഞ്ഞുനാൾ മുതലേ കണ്ടുപഠിക്കണം. ഒരു വട്ടയപ്പം 4 കുഞ്ഞുങ്ങൾക്ക് അമ്മ 4ആയിട്ട് മുറിച്ച് കൃത്യം അളവ് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഷെയറിങ്ങിൻ്റെ 1-ാം പാഠം കുഞ്ഞമ്മയിൽ നിന്നും പഠിച്ചു. ചോറും കറിയും വിളമ്പുമ്പോൾ തുല്യമായ മീൻ കഷ്ണങ്ങളും നുറുക്കും ഒരുപോലെ അറിയാതെ കുഞ്ഞുങ്ങൾ നോക്കുമ്പോൾ പോലും ഒരുപോലെ കണ്ടാൽ അത് ഷെയറിങ്ങിൻ്റെ മറ്റൊരു പാഠമാണ്. പ്രായമായ കാരണവന്മാരെ, ചെറുപ്പക്കാർ ദമ്പതിമാരെ ഭക്ഷണം കോരിക്കൊടുത്തും മുഖം കഴിയിപ്പിച്ചും കൈ കഴിയിപ്പിച്ചും കൂടെ ഇരിക്കുമ്പം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന മറ്റൊരു പാഠമുണ്ട്, സ്നേഹത്തിൻ്റെ ഷെയറിങ്ങിൻ്റെ ഒരു പാഠം. അപ്പനും അമ്മയും കഴിക്കുന്നു, ഇത് നീ കഴിക്കണം എനിക്ക് മതി എന്ന് പറഞ്ഞ് അപ്പം കൊടുക്കുമ്പോഴും ചേട്ടൻ കഴിയുമ്പോൾ അമ്മ കൊടുക്കുമ്പോഴും ഷെയറിങ്ങിൻ്റെ മറ്റൊരു പാഠം നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നിട്ട് ഈ മക്കളോട് നമ്മൾ പറഞ്ഞു വിടണം, മക്കളെ ജീവിതം ഒരു പങ്കുവയ്ക്കലാണ്. നിങ്ങൾ 2 പേരെന്ന് പറയുന്ന അപ്പനും അമ്മയുടെയും 2 കണ്ണു പോലെയാണ്. അപ്പം ഒരാൾക്ക് കുറവ് വരുത്താൻ വേണ്ടിയൊന്നും ആഗ്രഹിക്കുന്നില്ല, കൃത്യമായിട്ട് നിങ്ങളെ നോക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും ഈ പങ്കുവയ്ക്കൽ പഠിക്കണം. പ്രത്യേകിച്ച് പാവപ്പെട്ട ഒരാളുണ്ട്, നിങ്ങൾക്ക് മുട്ടായി മേടിക്കാൻ തരുന്ന പൈസയുണ്ട്, ആ പൈസ ശേഖരിച്ച് വെച്ച് ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഒരു പീസായിട്ട് കൊടുക്കുമ്പോഴോ ഒരു പാവപ്പെട്ട കാർന്നവർക്ക് ഡ്രസ്സായിട്ട് കൊടുക്കുമ്പോഴോ അതിൻ്റെ മൂല്യമുണ്ട്. നിങ്ങൾ അങ്ങനെ വേണം പഠിക്കാൻ. ഞാൻ പഠിച്ചു വന്നത് വലിയ ഹൈറേഞ്ചിലെ ക്രിസ്ത്യരാജ് സ്കൂളിലാണ്. അപ്പോൾ ആ സ്കൂളിനോട് ചേർന്ന് ഒരു മുറി ഉണ്ടായിരുന്നു, ഒരു തർമ്മക്കാരൻ അപ്പാപ്പൻ താമസിക്കുന്ന മുറി. അപ്പാപ്പനോട് താമസിക്കാൻ ആൾക്കാരങ്ങ് അനുവാദം കൊടുത്തു.
കുഞ്ഞു പിള്ളേർ മുട്ടായി കാശ് വേണ്ടി അപ്പാപ്പന് കൊടുക്കും. അങ്ങനെ കൊടുത്ത് ആ അപ്പാപ്പനെ ഒരു പൊതു സ്വത്തായിട്ട് അങ്ങ് മാറ്റി. പക്ഷെ ആ കാലങ്ങളിൽ പഠിച്ചവരെല്ലാം ഇന്ന് നല്ല സ്ഥാനങ്ങളിലാണ്. അന്ന് പഠിച്ച ആരും തെണ്ടിത്തിരിഞ്ഞു പോയി, എല്ലാവരും നല്ല സ്ഥാനങ്ങളിലാണ്. ഒരുപാട് 100 കൊടുത്തിട്ടല്ല. 5 പൈസയുടെ വ്യാരി മിഠായി, 10 പൈസയുടെ കപ്പലണ്ടി മിഠായി, അല്ലെ അപ്പാപ്പൻ ചിരിച്ചോണ്ട് പഠിക്കുക എന്ന് പറയും. അത്രേ ഉള്ളൂ. അപ്പം ആ ഒരു ശൈലി കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം. ഇപ്പം എന്ത് കിട്ടിയാലും കൊച്ചുനാൾ ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ ഒന്ന് പറഞ്ഞ് പൊത്തി പിടിക്കുമ്പം അങ്ങനെയല്ല കേട്ടോ, ഒന്ന് ചേച്ചിക്കുള്ളതാണ്, ആ സമയത്ത് തന്നെ പറയണം. അവൻ കരഞ്ഞാലോ ഒരു ചോദ്യം അല്ല, അല്ല ഇത് എന്തൊരു സാധനങ്ങളുള്ള പാട്, ഇത് എൻ്റേതാ, ഇഷ്ടമുള്ളതല്ല അങ്ങ് മൊത്തം എടുത്ത് വെച്ചു, അതല്ല. അതാണ് ഇപ്പം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എൻ്റേതാ എന്നുള്ളൊരു ചിന്തയേ ഉള്ളൂ. കുഞ്ഞുനാളിൽ നമ്മൾ അമ്മയെ കെട്ടിപ്പിടിച്ച് പറയുന്നത് എന്താ? നീ പോടാ, അമ്മ എൻ്റേതാ, നീ പോടി, അമ്മ എൻ്റേതാ. അവൾ മടിയിൽ നിന്നാൽ മാറ്റിയിട്ട് എനിക്കും കയറിയിരിക്കണം. ഇങ്ങനെ പിള്ളേർക്ക് ഒരു സൈക്കോളജി ഉണ്ടല്ലോ, ഇങ്ങനെ വരും. പക്ഷേ അമ്മയ്ക്ക് നല്ല പ്രായമായൊരു ഭാരമാകുമ്പോൾ മക്കൾ പറയും അമ്മ നിൻ്റേതും കൂടാന്ന് പറയും, ഇല്ലേ? അപ്പം നമ്മൾ കൊച്ചുനാൾ മുതലേ എൻ്റേതെന്നുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് നമ്മുടേതെന്നുള്ള ഒരു കോമൺ ചിന്ത കുഞ്ഞുങ്ങളിൽ കൊണ്ടുവരണം. ഭർത്താൻ്റെ പോലും മക്കളെ, നമ്മുടെ വീട്, എൻ്റെ മേശപ്പുറം വൃത്തിയാക്കൽ നമ്മുടെ മേശപ്പുറം, എൻ്റെ അടുക്കള കേടാക്ക് നമ്മുടെ അടുക്കള. നമ്മൾ എന്നുള്ള കോൺസെപ്റ്റ് ഇൻഡയറക്റ്റായിട്ട് കുഞ്ഞുങ്ങളിലേക്ക് ഇൻജക്റ്റ് ചെയ്യണം. അങ്ങനെ ചെയ്താലേ ആ മക്കൾക്ക് ഷെയറിങ്ങിൻ്റെ ഒരറിവ് മനസ്സിലാവും. ഇല്ലെങ്കിൽ പൊസസീവ് ആവും. ഷെയറിങ് അല്ല, പൊസസീവ്. എൻ്റെ മുറി, എൻ്റെ ഫോണ്, എൻ്റെ സൗകര്യം, അതിലേക്ക് ഒതുങ്ങും. അത് കുഞ്ഞുനാൾ മുതലേ അതിൻ്റെ മറ്റൊരു മേഖല പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് നമ്മൾ വലുതാക്കിയെടുക്കണം. ഞാൻ വളരെ പ്രധാനമായിട്ട് ചോദിക്കണമെന്ന് ഓർത്തൊരു കാര്യം, ഈ മക്കളുടെ പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ പ്രാർത്ഥനാ ജീവിതം അല്ലെങ്കിൽ ദൈവവചന പഠനം അങ്ങനെയുള്ള ഒരു ആത്മീയ കാര്യങ്ങളിൽ നമുക്ക് എന്തൊക്കെ ഒരു ഇൻസ്ട്രക്ഷൻസ് അവർക്ക് കൊടുക്കാൻ പറ്റും? ഒരു ഇന്ന കാര്യങ്ങൾ ചെയ്യൂ, ഇപ്പൊ ജനറലൈസ് ചെയ്തല്ല, ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾസ് ഒക്കെ പോലെ. കുഞ്ഞുങ്ങൾക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുക്കണം. അമ്മ അപ്പനും ചേർന്ന് പറയുന്നു, വൈകിട്ട് 7:30 മുതൽ 7:45 വരെ ഒരു 15 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കുക. മുതിർന്നവർ ഒറ്റയ്ക്ക് കൂടുതൽ പ്രാർത്ഥിക്കണം. പക്ഷെ കുഞ്ഞുങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഒത്തിരി നീണ്ടരുത്, നീണ്ടാൽ അവർക്ക് ബോറിങ്ങാണ്. ഒരു 15 മിനിറ്റ് ഒരു പ്രാർത്ഥന, 20 മിനിറ്റ് കൂടാതെ 15 കുറയാതെയുള്ള ഒരു പ്രാർത്ഥന, അത് കുഞ്ഞുങ്ങൾ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പം അപ്പോൾ അവിടെ പറയാൻ മക്കളെ നമ്മൾ ഒരു കൊന്ത ചെല്ലുന്നു, അതിലൊരു ബൈബിൾ ഭാഗം മോള് വായിക്കുന്നു, അത് കഴിഞ്ഞൊരു പാട്ട് പാടുന്നു, തുടക്കത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് പാടുന്നു, എന്നുവെച്ചാൽ ഇങ്ങനെ പറഞ്ഞിട്ട് ചിലരും ബൈബിൾ വായിക്കുന്നു. അങ്ങനെ 15 മിനിറ്റിൻ്റെ ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പം അത് വീഴ്ച വരുത്തല്ലേ, ഭക്ഷണത്തിന് വീഴ്ച വരുത്തുന്നില്ലല്ലോ, അതുപോലെ പ്രാർത്ഥനയ്ക്ക് വീഴ്ച വരുത്തരുത്. ആ ഒരു ട്രെയിനിങ്ങിൽ കുട്ടികളെ നമ്മൾ വളർത്തിയെടുക്കണം, ഒരു പരിശീലനം. അങ്ങനെ വന്നു കഴിയുമ്പം കുറേയൊക്കെ ഒന്ന് വഴങ്ങും, കുറച്ചൊക്കെ വഴങ്ങും. അപ്പം നമ്മൾ നീട്ടി അങ്ങ് മണിക്കൂർ പ്രാർത്ഥിക്കുകയും കുഞ്ഞുങ്ങൾ മടുക്കും, എപ്പോഴാണ് തീരുന്നതെന്ന് ഓർക്കും. അത് ശരിയല്ല. അല്ലെ, അവസാനത്തെ എത്രയെന്തെയുള്ള മാതാവ് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. അത് പറയും, കൊച്ചവസാനം പ്രാർത്ഥിക്കുമ്പോഴേ മാതാവ് എന്നതിന് ഈ വണ്ണമുള്ള ശരണത്താൽ കൈ പൊക്കിയിട്ട് പോകുന്നത്, ഈ വണ്ണമുള്ള ശരണത്താൽ പറഞ്ഞമാരി ചൊല്ലു കേട്ടോ. അപ്പം അത് തീർന്നു കിട്ടാനുള്ള ആഗ്രഹം അന്നേരം ഉള്ളത്. നമ്മൾ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പഠിപ്പിക്കണം. ഇനി അതന്നെയല്ല, അവർ കാണണം പ്രാർത്ഥിക്കുന്ന അമ്മേ അപ്പൻ, അത് കാണണം. അപ്പോൾ അവർക്ക് തോന്നും പ്രാർത്ഥിക്കാം. അമ്മയും അപ്പനും പ്രാർത്ഥിക്കുന്നു, കണ്ണടച്ച് മുട്ടുകുത്തി. ഒരു 2.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞിങ്ങനെ വെറുതെ നോക്കി, കിള്ളി ഞോണ്ടി ഞെക്കി കുത്തിയൊക്കെ നോക്കി, രണ്ടുപേരും അനങ്ങുന്നില്ല. അവരിങ്ങനെ തന്നെ കണ്ണടച്ച് നിൽക്കുക. അവസാനം കുഞ്ഞും അതുപോലെ മുട്ടുകുത്തി, അതുപോലെ കൈകൂപ്പി. അത് പ്രാർത്ഥനയുടെ പരിശീലനം അപ്പനെയും അമ്മയും കണ്ട് കുഞ്ഞുങ്ങൾ പഠിക്കുകയാണ് പ്രാർത്ഥന. അപ്പോൾ അവരോട് പറയണം, ജീവിതത്തിൽ ദേഹത്തിൻ്റെ ഭക്ഷണം പോലെ, പലപ്പോഴും നമ്മൾ പറയാനുള്ള ചിന്ത, ബുദ്ധിയുടെ പഠനം പോലെ ആത്മാവിൻ്റെ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം കൂടിയാലേ നമ്മൾ സമഗ്ര വ്യക്തിത്വമുള്ളവരായിട്ട് മാറും. അറിയാത്ത മേഖല വളരാനും അറിയാത്ത മേഖല വികസിക്കാനും ഒക്കെ പ്രാർത്ഥന സഹായമാവും. അത് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാവും. അപ്പനും അമ്മയൊക്കെ അങ്ങനെ വന്നാൽ ഇത്ര എത്തിയത്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് പ്രോത്സാഹനം കൊടുത്ത് നമ്മൾ പ്രാർത്ഥിപ്പിക്കണം. വായിച്ചു പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങളും മാതൃകയാകേണ്ടത് മാതാപിതാക്കളാണല്ലോ. ഒത്തിരി ക്ലാസ് ഒന്നും കൊടുത്തില്ലേലും നമ്മളുടെ ചേഷ്ടകൾ അല്ലെങ്കിൽ നമ്മളുടെ ജീവിത രീതികൾ ഈ മക്കളെ ഒരുപാട് സ്വാധീനിക്കില്ലേ? നമ്മളല്ലേ ശരിക്കും, അതല്ലേ ഏറ്റവും കൊടുക്കാൻ പറ്റിയൊരു
അല്ലെ റോൾ മോഡൽ ആരാന്ന് ചോദിക്കുമ്പം പല അപ്പൊ ആ ഒരു മാതൃകയാകുന്ന കാര്യത്തിൽ ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എവിടെയൊക്കെ? ജീവിതം ഒരു മാതൃക. ഇപ്പം തള്ളഞ്ഞണ്ടും പിള്ളഞ്ഞണ്ടും കൂടെ നടക്കുന്നു. ഞണ്ട് എപ്പോഴും പുറകോട്ടാണ് നടക്കുന്നത്. കുഞ്ഞിനോട് മുമ്പോട്ട് നടക്കാൻ പറഞ്ഞാൽ അത് നടക്കുകയില്ല. അപ്പം അമ്മ എങ്ങനെ നടക്കുന്നത് പോലെ ആ കുഞ്ഞും നടക്കും. കുടുംബത്തിൽ ചീത്ത വിളിക്കുന്ന ഒരപ്പനുണ്ടെന്ന വരിയിൽ ആൺകുട്ടി ചീത്ത വിളിയിൽ പ്രാവീണ്യം നേടും. പക്ഷെ ഇപ്പൊ പെൺപിള്ളേരും അതെ കേട്ടോ. ചീത്ത വിളിക്കുന്ന ഒരു അമ്മയുണ്ടോ പെൺകുട്ടി ആ ചീത്ത വിളിയിൽ പ്രാവീണ്യം നേടും. അപ്പൻ ആണ് ആൺകുട്ടിയുടെ റോൾ മോഡൽ, അമ്മയാണ് പെൺകുട്ടിയുടെ റോൾ മോഡൽ. അവിടെ ഒരു വീഴ്ച വരുത്താതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് വാക്ക് പെരുക്കി ഉപയോഗിക്കാവും. കാരണം വായിൽ നിന്ന് പോയ വാക്കും കയ്യിൽ നിന്ന് പോയ കല്ലും തിരിച്ചു പിടിക്കാൻ പറ്റുകയില്ല. പാഴ്വാക്കുകൾ പറയാതിരിക്കണം. ഒരു നല്ല മിതത്വമുള്ള സംസാരം മക്കൾ കാണും. കോപം വരുമ്പോൾ ശാന്തമായി മാറി നിൽക്കുന്ന ഒരമ്മയെ കാണും. ഒത്തിരി കോപം വരുമ്പോൾ മിണ്ടാതെ മൗനം ഭരിക്കുന്ന ഒരപ്പനെ കാണും. അപ്പം അത് കുഞ്ഞുങ്ങൾക്കൊരു മോഡലാണ്, റോൾ മോഡലാണ്. എങ്ങനെയാണ് ഇത് ഇങ്ങനെ ആകാമല്ലോ, പഠിപ്പിക്കൊന്നും വേണ്ട, ഇത് കാണുക, കണ്ടുപഠിക്കുന്നു. ചുമ്മാ ചന്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനവും ബഹളമാണെന്ന് വരിയിൽ കുഞ്ഞുങ്ങൾക്ക് തോന്നുന്നു എന്നാ കല്യാണം, പെണ്ണ് കെട്ടിയ ഇതാണെങ്കിൽ എന്തിനാ കെട്ടിക്കുന്നത്, എന്തിനാ കെട്ടുന്നത്, ആ ചിന്ത വരും. നല്ല പ്രാർത്ഥനയും കൂതാശയും ദേവാലയം ബന്ധമുള്ള അപ്പനന്മാരാണോ മക്കൾക്കും അതൊക്കെ നല്ലതാണെന്ന് തോന്നി തുടങ്ങും. അതുകൊണ്ടാണ് ഇന്ന് കുഞ്ഞുങ്ങളുള്ള വാക്കുണ്ട്, ഡോൺ ടീച്ചേഴ്സ് ബട്ട് ഷോസ്. എന്തൊരു പുതിയ ഒരു തീയതിയാ. പഠിപ്പിക്കേണ്ട, കാണിച്ചാൽ മതി. പഠിപ്പിക്കേണ്ട, കാണിച്ചാൽ മതി. അധ്യാപകൻ പുക വലിക്കുന്ന അധ്യാപകനാണെങ്കിൽ കുട്ടികളെ ഞാൻ കണ്ടുപിടിക്കുന്നു, കള്ളുകുടിക്കുന്ന അധ്യാപകനാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കും. അതേസമയത്ത് പ്രാർത്ഥിക്കുന്ന ശാന്തതയുള്ള സാറാണോ കുഞ്ഞുങ്ങൾ കണ്ടുപിടിക്കും. ഇതാണ് വീട്ടിനകത്ത്. പക്ഷെ എന്നാ ഇത് പറഞ്ഞാൽ ഞാൻ ഒന്ന് ഇടയ്ക്ക് കയറുക വച്ചാ, അതായത് ചിലര് പറയൂലേ, ചില മാതാപിതാക്കള്, ഒരു കുഴപ്പമില്ലാത്ത മാതാപിതാക്കള് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവര് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നേ ഇല്ല, പക്ഷെ ഇവരുടെ മക്കള് വല്ലാണ്ട് വഴിവഴിച്ചു പോകുന്നു, മയക്കുമരുന്ന് കഴിക്കുന്നു, മദ്യപിക്കുന്നു, അങ്ങനത്തെ കേസുകൾ അച്ഛൻ്റെ അടുത്ത് വരാറില്ലേ? നമുക്ക് ഒത്തിരി സങ്കടം തോന്നും. ഇവരുടെ ഈ മാതാപിതാക്കളുടെ മക്കളാണോ ഇങ്ങനെ പോയത്? അപ്പനും അമ്മയും നമ്മൾ പഠിപ്പിക്കുമ്പോഴൊക്കെ അങ്ങനെ പറയാറുണ്ട്, അപ്പനെയും അമ്മയും കാണണം എന്തല്ല മനുഷ്യർ, പക്ഷെ ഇവനെന്താ ഇങ്ങനെ ആയത്, ഇവളെന്താ ഇങ്ങനെ ആയതെന്ന്. അപ്പൊ അത് അങ്ങനത്തെ കേസുകൾ വരുമല്ലോ, അത് അവരുടെ തെറ്റുകൊണ്ടോ ഒന്നും ആയിരിക്കണമെന്നില്ല. അപ്പൊ ഇങ്ങനത്തെ കേസുകൾ വന്ന് വിഷമിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരോട് അച്ഛനെ എന്താ, അതിനെങ്ങനെയാ നമ്മൾ ഡീൽ ചെയ്യുന്നേ? നമ്മൾ അവരെ ഒരു ആശ്വാസത്തിൽ നമ്മൾ പറയുന്നത്, എല്ലാ നന്മയുമുള്ള പർദീസായാലും കള വളർന്നു. വിളയും കളയും ഒരുമിച്ച് വളരുന്നത് ദൈവത്തിൻ്റെ വയലിലെ പ്രത്യേകതയാണ്. അത് നമ്മുടെ ബുദ്ധി കൊണ്ടോ യുദ്ധി കൊണ്ടോ ഉത്തരവില്ല. നല്ലത് അംഗപ്പെട്ട ഒരു അമ്മയുണ്ടെങ്കിൽ അമ്മയുടെ വയറ്റിൽ നന്മയുടെ ആബേലും തിന്മയുടെ കായനും ഒരു ഗർഭപാത്രത്തിലാണ് വളർന്നത്. ഒരു വീട്ടിൽ തന്നെ 2 ക്യാരക്ടേഴ്സ് ഉണ്ടാകും. ഒരു ഇടവക സമൂഹത്തിൽ വ്യത്യസ്ത സ്വഭാവക്കാരുണ്ടാകും. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പം അത് ദൈവത്തിൻ്റെ മിസ്റ്ററിയാണ്. അതിന് ഉത്തരവൊന്നുമില്ല. 2 ആബേലുണ്ടായ പോരായിരുന്നു, വെള്ളം മാത്രം പോരായിരുന്നു. അവിടെ യുക്തിക്ക് ഉത്തരവില്ല. അവിടെ ഞാൻ എൻ്റെ പ്രാർത്ഥന തുടരുക, ദൈവത്തിന് എന്തോ പ്ലാൻ കാണും, പദ്ധതി കാണും, അങ്ങനെ വിടണം. തമ്പുരാൻ എന്തോ പ്ലാനോ പദ്ധതി ഉണ്ട്, അതിലേക്ക് ഞാൻ വിട്ടുകൊടുക്കുക, എന്നിട്ട് ഞാൻ സറണ്ടർ ചെയ്യുക. എന്നെ തന്നെ സറണ്ടർ ചെയ്യാൻ എനിക്ക് പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ളത് ഈ നമ്മുടേതല്ലാത്ത വീഴ്ച കൊണ്ട് ഇങ്ങനെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവത്തിന് എന്തോ പ്ലാൻ എന്ന് പറഞ്ഞൊരു ടോട്ടൽ സറണ്ടർ നടത്താനേ പറ്റുള്ളൂ. കാരണം അവിടെ റീസണിൻ്റെ തരത്തിൽ അതിൻ്റെ ഉത്തരം നമുക്ക് കൊടുക്കാൻ നമുക്ക് അവിടെ പറ്റിയല്ല. അങ്ങനത്തുള്ള കാര്യങ്ങൾ മറ്റേ ബൈബിളിൽ പറയുന്നല്ലോ, ദൈവമഹത്വം ഇവനിൽ പ്രത്യക്ഷപ്പെടേണ്ടതായിരിക്കും, അതിലൂടെ ആയിരിക്കും നമ്മുടെ മഹത്വം പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷെ ഇതിനൊരു കൗണ്ടർ ഭാഗം കൂടെ ചോദിക്കുകയാണ്. ഈ മാതാപിതാക്കൾ നന്നായിട്ട് ജീവിക്കുന്നു, മക്കള് മോശപ്പെട്ടു പോയതാണ് അച്ഛൻ ഇപ്പൊ പറഞ്ഞത്. നേരെ തിരിച്ച് മാതാപിതാക്കൾ വളരെ മോശമാണ്, പല പല തിന്മകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അത് ഈ മക്കളെ അഫക്റ്റ് ചെയ്യുവോ? ഒരു ശാപം പോലെയോ, അല്ലെങ്കിൽ അവർക്കത് ഒരു ശാപമായിട്ടല്ല, ഒരു നെഗറ്റീവ് തരംഗം ഉണ്ടാക്കുവേ. അതിപ്പം നമ്മളല്ല ശാപം പറയുമ്പം ന്യൂ ടെസ്റ്റ്മെന്റിൽ അങ്ങനെ ഒരു ചിന്തയില്ല, ഇല്ല. അത് പഴയ നിയമ കാഴ്ചപ്പാടിൽ അത് വരുന്നുള്ളൂ. പക്ഷെ ഒരു നെഗറ്റീവ് തരംഗം ഉണ്ടാകും. ഉദാഹരണം, ചില വീട്ടിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ പ്രാർത്ഥന പൂർത്തിയാക്കാൻ പറ്റുകയില്ല, അങ്ങ് മടുത്തു. ചിലത്ത് പ്രാർത്ഥിച്ചാൽ നമുക്ക് നല്ല ഫ്ലോയാ,
ഒരു മടുപ്പുമില്ല. അപ്പം അത് ജീവിതത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അതുപോലെ എപ്പോഴും തെറി, ബഹളം, കുടി, അടി, വഴക്ക് ഉള്ള കുടുംബത്തിൽ ഒരു നെഗറ്റീവ് അന്തരീക്ഷമാണ്. അത് കുഞ്ഞുങ്ങളുടെ ക്യാരക്ടറിനെ ബാധിക്കും. എങ്ങനെയോ അവരും മ്ലാനവദനരാകും. എപ്പോഴും ശോകമാമുഖം, കണ്ണിലുമുണ്ട് ഒരു ദുഃഖത്തിൻ്റെ നിറം. അങ്ങനെ ഒരു ഇഫക്റ്റ് വരുന്നുണ്ട് ആ രീതിയിൽ. അല്ല, അത് പാപത്തിൻ്റെ പല കുഞ്ഞുങ്ങളിലേക്ക് പോകുന്നതിനുപരിയായിട്ട് പ്രവൃത്തിയുടെ ഒരു തരംഗം നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ആ തരംഗം നെഗറ്റീവ് ഇമ്പാക്റ്റ് കുഞ്ഞുങ്ങളിലും ഒരു വളർച്ച രോഗം ഉണ്ടാക്കുന്നു. ഇപ്പം ഏതായാലും എനിക്ക് തോന്നുന്നു 2 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ഒരുപാട് പോയിന്റുകൾ പറഞ്ഞു. ഒരു 10-11 പോയിന്റുകളിലൂടെ അച്ഛൻ കടന്നുപോയി. ശരിക്കും സ്നേഹത്തിൽ വളർത്താനും തിരുത്താനും. എനിക്ക് തോന്നുന്നു ഇനിയും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിക്കാതെ പോകുന്ന എന്തെങ്കിലും ആയിരിക്കാം. പക്ഷെ നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. അപ്പം നമുക്ക് എന്ത് പറഞ്ഞ് അവസാനിപ്പിക്കാം? നല്ല കുഞ്ഞുങ്ങളെ വളർത്താൻ അപ്പനന്മാർ നല്ലതായിട്ട് ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങൾ അപ്പൻ്റെ അമ്മയുടെയും നല്ല മനസ്സ് കണ്ടറിഞ്ഞ് ജീവിതത്തെ ക്രമീകരിക്കുക. രണ്ടുപേർക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത എപ്പിസോഡിൽ അടുത്ത വിഷയമായിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു.